ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിഡ്സിൻ്റെയൊക്കെ വാർഡ്രോബ് നമുക്ക് എങ്ങനെ നോ കോസ്റ്റിൽ ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ സിസ്റ്ററുടെ മോളുടെ വാർഡ്രോബാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഷെൽഫിൽ തന്നെ അവളുടെ പുറത്തിടുന്ന ഡ്രസ്സ്, പാർട്ടി വെയർസ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രോയിൽ അവളുടെ സ്കൂൾ ആക്സസറീസാണ്, സ്കൂൾ യൂണിഫോമിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ ഈ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത് ജീന്, ഷോർട്ട് അതൊക്കെയാണ്. പിന്നെ ഇതിൽ അവരുടെ സ്വെറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നോർമൽ ഡ്രസ്സാണ് വെച്ചിട്ടുള്ളത്, ഫ്രോക്ക് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഡ്രോയിൽ വെച്ചിട്ടുള്ളത് കുറച്ച് ടോപ്പ് ആൻഡ് ബോട്ടംസ് ഒക്കെയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഡ്രോ ആണ് നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള ടീസ് കാര്യങ്ങളൊക്കെ അവൾ തന്നെ വന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്ന് മാറ്റി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു ഡ്രോ മാത്രം ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇന്നലെ അവളിതൊന്ന് എൻ്റെ സിസ്റ്റർ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. അപ്പം അവൾ പറയുന്നുണ്ടായിരുന്നു ഇത് അവളെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട്, മോളെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോ ആദ്യം തന്നെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രോ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ ഞാനൊന്ന് മെഷർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഫ്ലെക്സൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ട് ഇതിലേക്കൊന്ന് സ്ക്രീനിലൊന്ന് കൊടുത്തേക്കാം കറക്റ്റ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ എനിക്ക് ആവശ്യമുള്ള ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തുള്ള ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18.5 വിഡ്ത്തും അതുപോലെ 17 ഇഞ്ചസ് ലെങ്ത്തുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 5 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം മെഷർമെൻറ്റിൽ നമ്മളിവിടെ 2 ഷീറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ഷീറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ 2.5 ഹൈറ്റിൽ വരുന്ന ഒരു കട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ ഹൈറ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു പകുതിയോളമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് സെയിം ആയിട്ടാണ് 2 ഷീറ്റിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മൂന്നാമത്തെ ഷീറ്റാണിത്. അത് നമ്മൾ വിഡ്ത്ത് വൈസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലും അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ പകുതിയോളം ഹൈറ്റ് പകുതിയോളം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്താണ് വെക്കുന്നത്. അത് ഒന്നിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വിഡ്ത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു കട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ സെയിം ലെങ്ത്തിലുള്ള 2 ഷീറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ 3rd ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ വെക്കുന്ന ഷീറ്റിൽ 2 കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ നമ്മളെ ഡ്രോയുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോ കോസ്റ്റിൽ തന്നെ ഇതുപോലെയുള്ള ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു ഓർഗനൈസറൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രോയിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാ ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സെയിം ഡ്രോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഞാനതിൽ ഫോൾഡ് ചെയ്തിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര സ്പേസ് അക്യുമുലേറ്റ് ചെയ്യുന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ ക്ലോത്ത്സും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോയിന്ന് എടുത്തിട്ടുള്ള ടീഷർട്ട് തന്നെയാണ് അതിൽ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കൊരുപാട് സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പേസ് സേവിങ് ഹാക്ക് കൂടിയിട്ടാണ് ഇങ്ങനൊരു ഓർഗനൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ടീഷർട്ടും ആ ഒരു ഓർഗനൈസറിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന സെറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാനിതുപോലെ അതങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഒരുപാട് സ്പേസ് അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിസിബിൾ ആവാനും അവർക്കത് ഇഷ്ടമുള്ളത് പെട്ടെന്ന് പിക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ നോ കോസ്റ്റിലാണ് ഈ ഒരു ക്ലോത്ത് ഡിവൈഡർ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഓർഗനൈസറായിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.